ജപാലകൻ ഇന്ന് മെയ് മാസം 31 ഞായറാഴ്ച വിശുദ്ധ കുർബാനയിലെ വായന യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്ക് ഉള്ളവയെന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം സത്യാത്മാവിലൂടെ പൂർണ്ണത എന്നാണ്. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. ആരാധനക്രമത്തിലെ പ്രധാനപ്പെട്ട തിരുനാളിലൊന്നാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. പരിശുദ്ധ ത്രിത്വത്തിനെ പറ്റിയുള്ള ദൈവരഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവാണ്. ദൈവം തന്നെയാണ് ഈ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ഏകനാണെന്നും ദൈവത്തിൽ മൂന്നാളുണ്ടെന്നും ദൈവത്തിൽ മൂന്നാളും ചേർന്ന് ഒരു ദൈവമാകുന്നുവെന്നും സഭ ഏറ്റു പറയുന്നുണ്ട്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നാണ് സഭയിലെ മിക്ക പ്രാർത്ഥനകൾ അവസാനിക്കുന്നത്. കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ചൊല്ലിയാണ് ആശീർവാദം നൽകുന്നതും ആശീർവാദം സ്വീകരിക്കുന്നതും. തൻ്റെ ഏകജാതം നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം മനുഷ്യ സ്നേഹിച്ചുവെന്ന് വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന വഴി നമ്മൾ ദൈവപുത്രർ ഉയർത്തപ്പെടുകയും പാപമോചനം ലഭിക്കുകയും ദൈവത്തെ ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകരണത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. ഇനിയും പല കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. അത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തിയില്ല. ദൈവാത്മാവ് വരുമ്പോൾ അത് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഈശോ മിശിഹ അറിയിച്ചിട്ടുണ്ട്. ശരീരത്തിൽ ജീവൻ എന്ന പോലെ പരിശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു എന്ന് 2-ാം അധ്യായം പഠിപ്പിക്കുന്നു. ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ വിശ്വാസം കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതാണ് ദൈവനീതി. ദൈവത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവപരിപാലനയിൽ അനുനിമിഷം ജീവിക്കുന്നു, അവസാനം ദൈവത്തെ പ്രാപിക്കുന്നു. ദൈവം അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിൽ നിന്ന് വേറിട്ടൊരു ജീവിതം മനുഷ്യനില്ല. ദൈവസാമീപ്യം തീവ്രമായി അനുഭവിക്കുന്നവരാണ് വിശുദ്ധർ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈശോ തിരുവചനങ്ങളോട് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ദൈവത്തെ മറന്നവരാണ് പാപികൾ. ദൈവത്തിൽ മറന്ന പാപികൾ തിന്മകളും ദുഷ്ടതയും പ്രവർത്തിക്കുന്നു. ഈ ലോകത്തിൻ്റെ അരൂപിയായിരിക്കും അവരെ നിയന്ത്രിക്കുന്നത്.